മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ മുത്തുനബിയുടെ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ അവിടുന്ന് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന്റെ കുത്തുകൊണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും അടുത്തു വരുന്നുണ്ട്, ഉമർ തങ്ങളെ കാണുന്നുണ്ട്, ഉമർ തങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഉമർ തങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കി ഉമർ തങ്ങൾ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് കടന്നു വന്നിട്ട് പറയുന്നു, ഖലീഫ എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളെക്കാളും ഭാഗ്യമുള്ള ഏത് മനുഷ്യനാവുള്ളത്? ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഉമറേ നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി വാളും പിടിച്ച് ഓടിയവനാ, മുത്തുനബിയുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? നിങ്ങളുടെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസ്ലിമായ മനുഷ്യനല്ലേ? ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനല്ലേ? പ്രവാചകനെ സ്നേഹിച്ച സഹാബിയല്ലേ? ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അല്ലാഹുവേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്, നിങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം തന്നല്ലോ. എന്നിട്ട് അവസാനം ചോദിക്കുകയാ, ഒരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ല നിങ്ങൾക്ക് നൽകിയില്ലേ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാർ. മക്കയിലും മദീനയിലും യുദ്ധമില്ലല്ലോ, എന്നിട്ടും ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ ഉമറേ? എന്തിനാ പ്രയാസപ്പെടുന്നത്? ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടിട്ട് ഉമർ തങ്ങളുടെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുകയാ. സന്തോഷം കാരണം ഇത്രയെല്ലാം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു പിരിയുകയാ. സലാം പറഞ്ഞു തിരിച്ചു പോകുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാണ്. ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ ഒന്ന് നിൽക്കടാ, ഏ പൊന്നുമോനെ ഒന്ന് നിൽക്കടാ. എന്നിട്ട് പറയുന്ന, മോനെ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നെരിയാണിക്ക് താഴെ കിടക്കുകയാ, അത് നെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന കാര്യമാ. മോനെ, ഇങ്ങനെ നടക്കുന്നവരെ നാളെ പടച്ചവനെ പരലോകത്ത് പരിഗണിക്കൂല, അവൻ അല്ലാഹുവിന്റെ കരുണ ലഭിക്കൂല. അവസാനം പറഞ്ഞ പോയിന്റ് എന്തെന്നറിയുമോ? നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാ. അഹങ്കാരമുള്ളവര്, ഹൃദയത്തിൽ അഹങ്കാരമുള്ളവര് വസ്ത്രം നെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നടക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് പാപമല്ലെന്ന് പറയരുത്, ഇത് നിസാര പാപമല്ല, ഇത് തമാശയല്ല. അല്ലാഹുവിന്റെ ശാപം കെട്ടുകയാ, അല്ലാഹുവിന്റെ കോപം കെട്ടുകയാ, അല്ലാഹു പരലോകത്ത് നിന്നെ കൈവിടുകയാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താകാൻ കാരണമാകുന്ന ഒരു പാപമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത്. അല്ലാഹുവേ, പഠിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണോ അല്ലേ? പറ, പാപമാണോ അല്ലേ? ഉറക്കെ പറ, പാപമാണോ അല്ലേ? പാപമാണ്. എന്താ 3 ശിക്ഷ? 1, അല്ലാഹു വെറുത്തവനാ നീ, അല്ലാഹുവിന്റെ കോപം ചുമന്നുകൊണ്ട് നടക്കുന്നവനാ നീ. 2, അള്ളാന്റെ പരലോകത്ത് റബ്ബ് നിന്നെ നോക്കില്ല, നിന്നെ സഹായിക്കില്ല, നിന്നെ കൈവിടും. 3, സ്വർഗത്തിൽ നിന്ന് പുറത്താകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും സൂക്ഷിച്ചൂടെ?
ഇനിയെങ്കിലും സൂക്ഷിച്ചൂടെ? ഉറക്കപ്പറ. സൗണ്ടില്ല, ഉറക്കപ്പറ. അല്ലാഹ് ആരൊക്കെ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ അവർക്ക് മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറ ഒന്നുകൂടെ. അപ്പൊ പറയാൻ അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇത്രയും നാളും അറിയില്ലായിരുന്നു, ഒരറിവ് പഠിച്ചു. ഇനി മുതൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ സുജൂദ് ചെയ്യാറുണ്ട്. പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത്, വയത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് പഠിക്കാം, ഇപ്പോൾ ഒരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാറുണ്ട്. ഈ സുജൂദ് ചെയ്യുന്ന സമയം നമ്മളുടെ കാലിൻ്റെ വിരലുകൾ നമ്മൾ എങ്ങനെയാ വെക്കണത്? പറയൂടോ ചങ്ങാതി, സുജൂദ് ചെയ്യാറില്ലേ? സുജൂദ് ചെയ്യുന്ന സമയം നമ്മളുടെ കാലുകളുടെ വിരല് ഇങ്ങനെ കുത്തിയാണോ വെക്കേണ്ടത്, അതോ ഇങ്ങനെ മടക്കിയാണോ വെക്കേണ്ടത്? പുറകെ പോയി നോക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ അടിഭാഗം ചിലരൊക്കെ ഇങ്ങനെ ഇട്ടേക്കും സുജൂദ് ചെയ്യുമ്പോൾ, ചിലരിങ്ങനെ കുത്തിവെക്കും, ചിലരിങ്ങനെ മടക്കി വെക്കും. നീ ഇപ്പൊ കിതാബ് എടുത്ത് നോക്ക്, എങ്ങനെ കാലിന്റെ വിരല് വെക്കേണ്ടത്? ആ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സുജൂദ് ചെയ്യുന്നല്ലോ. എന്താ ഈ സുജൂദ്? സുജൂദ് ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ, നേട്ടം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുടെ മുന്നിലല്ലാതെ ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അത് അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരാൾ സുജൂദ് ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുജൂദിനെ ദീർഘിപ്പിക്കണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ സുജൂദുകൾ നിങ്ങൾ ദീർഘിപ്പിക്കണം. അതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സഹാബാ, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സുജൂദിനെ നിങ്ങൾ ദീർഘിപ്പിക്കണേ, നിങ്ങളുടെ സുജൂദിനെ ദീർഘിപ്പിക്കണേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്നറിയുമോ? ഒരടിമ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോ പാപങ്ങൾ അവന്റെ തലയുടെ മുകളിൽ വരികയാ. അവൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ അവന്റെ തലയുടെ മുകളിൽ വരികയാണ്. അതാ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ താഴേക്ക് വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, കളിയല്ലടാ, തമാശയല്ലടാ, നിസാരമല്ലടാ മോനെ. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ, അത് ഭൂമിയിൽ നിൽക്കണമെന്നാണ്. അല്ലാതെ വിരല് കുത്തിപ്പിടിക്കലല്ല, വിരല് കുത്തി നിർത്തലല്ല, അല്ലാതെ മടക്കി വെക്കലല്ല മോനെ. നിന്റെ കാലിന്റെ അടിഭാഗം ആ സുജൂദിന്റെ സമയത്ത് ഭൂമിയിൽ ഇങ്ങനെ വെക്കണം പൊന്നുമോര്. ആ കാലിന്റെ അടിഭാഗമാണ് ഭൂമിയിൽ ഇരിക്കേണ്ടത്. ഇങ്ങനെ വേണം നിസ്കരിക്കേണ്ടതെന്ന് കിതാബിൽ പഠിച്ചവരാ. പക്ഷേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ചെയ്യുമ്പോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുമ്പോ, അതിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുന്ന ഒരു കാര്യമാ. സദക്ക ഒരു മനുഷ്യൻ കൊടുത്താ അവന്റെ മുഴുവൻ പാപവും പൊറുക്കുമെന്നല്ല പറഞ്ഞത്. ഒരാള് സുജൂദ് ചെയ്യുമ്പോ അവന്റെ തലയുടെ മുകളിലേക്ക് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും കടന്നു വന്ന് നിന്നിട്ട്, അതാ പടച്ചവര് മരത്തിൽ നിന്ന് ഇല പൊടിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ തലയിൽ നിന്ന് പാപം താഴേക്ക് വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ സുജൂദ് ചെയ്യുന്ന സമയം അവന്റെ തലയുടെ മുകളിൽ അവന്റെ പാപങ്ങൾ മുഴുവനും വന്നിങ്ങനെ നിൽക്കും. സുജൂദി കിടക്കുമ്പോൾ അത് താഴേക്ക് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ മോനെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അള്ളാഹുടെ മുന്നിൽ തൻ്റെ അടിമ സുജൂദ് ചെയ്യുക. വേറെ ആരുടെ മുന്നിലും ചെയ്യരുത്. വേറെ ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാനുള്ള അവകാശം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല, അനുവാദം നൽകിയിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് പോലും നീ നേരെ ചെയ്യുന്നില്ല. അതാ മനസ്സിലാക്കേണ്ടത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, സുജൂദ് ചെയ്യുന്ന സമയം വിരൽ കുത്തിവെക്കലല്ല, ആ വിരലിന്റെ അടിഭാഗം ഇങ്ങനെ ഭൂമിയിൽ മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ സുബഹി മുതൽ സൂക്ഷിക്കൂലേ? പറ ഇൻഷാ അല്ലാഹ്. 2 അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 എന്തിനാ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കണേ? 10 മണി ആയതല്ലേ ഉള്ളൂ, 10 ആയല്ലോ, 10:30 വരെയല്ലേ സമയമുള്ളത്. അരമണിക്കൂറും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ. നീ വാച്ചി നോക്കണ്ട, നിന്റെ അവസാന സമയം ആയില്ല. നിന്റെ സമയമാകുമ്പോൾ വാച്ചിലൊന്നും നോക്കണ്ട, അസ്രായിൽ വന്നോളും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ ഔറത്ത് മറ്റൊരാൾക്ക് കാണുന്നത് ഹറാമാണോ ഹലാലാണോ? എൻ്റെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ അനുവദനീയമാണോ? ഹറാമാണോ ഹലാലാണോ? ഹറാമാണ്. അറിയാത്ത ആരുമില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ നിങ്ങൾ ഇത് കാണിക്കൂലേ? ഇവിടെ നാട്ടിലൊക്കെ മുണ്ടെടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഈ പ്രായമുള്ളവരൊക്കെ ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നു. നമ്മളൊക്കെ ചില സമയങ്ങളിൽ കാണാം മുണ്ടിങ്ങനെ മടക്കി ഇങ്ങോട്ട് കുത്തും അല്ലേ? മുണ്ട് കുത്തൂല്ലേ? മടക്കിയിട്ടൊരു കുത്തുണ്ട്, അടി കിടക്കുന്ന കമ്പനി വരെ വെളിയിൽ കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ഈ മുണ്ടക്കം ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ പോണ ഉസ്താദന്മാർക്കൊക്കെ അറിയാം, റോഡിലൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങനെ നടക്കാം. അവന്റെ തൊടയിൽ നാട്ടുകാർക്ക് വെച്ചിരിക്കുക കാണാൻ. ഇങ്ങനെ ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിട്ടുണ്ട് പോത്തിന്റെ കാല്, അതുപോലെ. അത് വെട്ടിത്തരാൻ ചോദിക്കുമല്ലോ. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ചിരിക്കണ സ്ഥലം. ചുമ്മാ അളിയ ഞാൻ പാൻറ്റാടാ ഇടുന്നേ ഇല്ലേ? ഞാൻ പാൻറ്റാ ഇടുന്നേ. ശരിയാ, ചെറുപ്പക്കാരൊക്കെ പാൻറ്റാ ഇടുന്നേ. പാൻറ്റിന്റെ ഇവിടെ കീറിയിട്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരുടെ പാൻറ് മുട്ടിന്റെ താഴെ വരെ ഉണ്ട്. ഔറത്ത് കഴിഞ്ഞ് എക്സ്ട്രാ താഴെ വരെ മറച്ചിട്ടിരിക്കുക. മുട്ടുവരെ ഔറത്തുള്ളെങ്കിലും അവൻ താഴെ വരെ ഇട്ടിട്ടുണ്ട്. എന്നാൽ അവന്റെ തൊട കീറിയിട്ടിരിക്കുക. പിച്ചക്കാരനെ പോലെ ദരിദ്രൻ. അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു പാൻറ് പോലും വാങ്ങാൻ ഗതിയില്ലാത്തവൻ, അവനല്ലേ പാവപ്പെട്ടവൻ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ പാൻറ്റുകളൊക്കെ നിങ്ങൾ നോക്കു സഹോദരങ്ങളെ. കീറിപ്പറഞ്ഞ പാൻറ്, പുതിയ വെറൈറ്റി, പുതിയ മോഡലുകൾ, കീറിയ പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്നവർ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇടം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്ത്. ഈ ഔറത്ത് ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല, ഹറാം. പാപ്പായ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാനിപ്പോ ചെന്നിട്ട് എൻ്റെ ഉമ്മാന്റെ അടുത്ത് പോയിട്ട്, എന്നാ ഉമ്മ എൻ്റെ ഇവിടെ കാണിക്കാൻ പറ്റുമോ? എൻ്റെ പെങ്ങളോട് കാണിക്കാൻ പറ്റുമോ? എൻ്റെ കൂടപ്പുറപ്പുകളോട് കാണിക്കാൻ പറ്റുമോ? പറ്റൂല. ഈ നിരന്നിരിക്കണ ഹാജിയക്കന്മാരോടും ബാപ്പമാരോടും ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ നിന്റെ 18 വയസ്സുള്ള മകള് ധരിക്കുന്ന വസ്ത്രം ഏതാ? നമ്മുടെ വീടുകളിലൊക്കെ പുറത്തിറങ്ങുമ്പോ ഫർദ ഹിജാബ് ഇങ്ങനെ നടക്കണം. എന്തൊരു പേടിയാന്നറിയാവോ? എന്നാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ ഹാജിയാരുടെ മോൻ നിക്കർ ഇട്ടോണ്ടാ നടക്കണേ. ഇത്രയുള്ള നിക്കർ. അവൻ നിക്കർ. ഉമ്മായിക്ക് തലയിലും തുണിയില്ല, മാറിടത്തിലും തുണിയില്ല. 18 വയസ്സുള്ള മകള് വരുന്നത് ഒരു ടീഷർട്ട് ഇട്ടോണ്ടാ വരുന്നത്. അകത്തോ പുറത്തോ ഒന്നുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. സത്യമല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇടം നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ മക്കള്, അത് നമ്മുടെ വീടല്ലേ ഉസ്താദേ, അല്ലേ? നമ്മുടെ വീടല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നേ. നമ്മുടെ വീട്. പ്രായപൂർത്തിയായ 18 വയസ്സുള്ള മകളുടെ മുന്നിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ മോനെ എന്ത് ചെയ്യണം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താ പറയുന്നത് നിങ്ങൾ നോക്ക്. നിങ്ങൾ അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാന്റെ ഖുർആൻ ഓതാൻ അറിയെങ്കിൽ പോയിട്ട് നോക്ക്. അല്ല പറയുന്നു 3 സമയങ്ങളിൽ നിന്റെ മക്കള് വാപ്പാടെയും ഉമ്മാടെയും റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പറ്റൂല. ഏത് മക്കള്? 18, 20, 25, 30 വയസ്സുള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. അതിന്റെ തഫ്സീറുകളിൽ കാണാം, ഒരു കുട്ടിയോട് 7 വയസ്സാകുമ്പോഴാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്, ഇല്ലേ? അപ്പൊ 7 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളുടെ ബെഡ്റൂമിനകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടിയിട്ട് ചോദിക്കണം, എന്നിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതാ ഈ 3 സമയം? ഏതാണ് ഈ 3 സമയം? 1, വെളുപ്പാങ്കാലം, സുബഹിക്ക് മുമ്പുള്ള സമയം. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം. 3, രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ റൂമിൽ കയറാൻ പാടില്ല. ആര്? 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ. എന്തേ കാരണം? എന്തുകൊണ്ടാണ് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞെന്നറിയോ? വെറുതെ പറഞ്ഞതല്ല. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ മുണ്ട കൊടുത്തിട്ട് ഉറങ്ങാറുണ്ട്. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മുണ്ട് നല്ല മുറുക്കി കൊടുത്തിട്ടാണ് ഞാനൊക്കെ കിടക്കാം. നമ്മളൊക്കെ രാത്രിയിൽ നല്ലതുപോലെ മുണ്ടുറുക്കിയിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. പടച്ചോനെ രാവിലെ വന്ന് വിളിക്കാം, നിസ്കരിക്കാൻ സമയമായി, വാതിലിൽ തട്ടാറുണ്ട് ആരെങ്കിലും. അങ്ങനെ തട്ടണ സമയത്ത്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് റൂമിൽ കിടക്കാം, അങ്ങനെ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ആദ്യം തിരയണത് ഈ ഉടുത്തിരുന്ന മുണ്ട. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒരു മുണ്ടുടുത്തിരുന്നു. പടച്ചവനെ, അരയി കാണുന്നില്ല, കള്ളം വല്ലതും കൊണ്ടുപോയി അല്ലാ ദോ കിടക്കണ കട്ടിലിന്റെ താഴെ. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്ക്, ഈ പ്രായപൂർത്തിയാകാത്ത മക്കളെങ്ങാനും ആ രാവിലെ വെളുപ്പാങ്കാലത്ത് റൂമിൽ കയറി വന്ന ഗോവ കടപ്പുറം ഓർമ്മ വരും. അങ്ങനെ ആ വാപ്പ കിടക്കണ പെറ്റിട്ടതുപോലെ, ഉമ്മ കിടക്കണതിന്റെ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഈ 5 വയസ്സിനോ 7 വയസ്സിനോ താഴെ പ്രായമുള്ള ഒരു മകന് ഉമ്മയുടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. വാപ്പാടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് പ്രായപൂർത്തി വേണ്ടല്ലോ. 50 വയസ്സുള്ളവന് തോന്നുവോ? 25 വയസ്സുള്ളവന് തോന്നുവോ? സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടാൽ പ്രായപൂർത്തിയായവന് പോലും ഒന്നും തോന്നത്തില്ല. പിന്നെ ആ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞ്. എന്നിട്ടും അല്ല പറഞ്ഞു കാണണ്ട. അല്ല പറഞ്ഞു ഉമ്മയുടേതാണെങ്കിലും കാണണ്ട, വാപ്പയുടേതാണെങ്കിലും കാണണ്ട. അങ്ങനെ കാണാൻ സാധ്യതയുള്ള 3 സമയമാ. അതുകൊണ്ട് അനുവാദം ചോദിക്കാതെ നിന്റെ മക്കൾ റൂമിന്റെ അകത്ത് കയറരുത് എന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, നിന്റെ സ്വന്തം പെണ്ണും പുള്ള പ്രായപൂർത്തിയായ മക്കളുടെ മുമ്പിൽ കൂടെ മാറിടത്ത് തുണിയില്ലാതെ നടക്കണേ. നിന്റെ 18ഉം 19ഉം വയസ്സുള്ള മകള് ഒരു പാൻറ്റും ഒരു ടീഷർട്ട് വിട്ടിട്ട് സർവ്വതും വെളിയിൽ കാണിച്ചിട്ട് തലയിലും തുണിയില്ല, ഒരിടത്തും തുണിയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ. ഇത് നിങ്ങൾക്കൊന്നും പാപമല്ല, ഇത് നിങ്ങൾക്കൊന്നും പാപമല്ല. ഇത് കാണുന്ന ഹാജിയാര്, പള്ളിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ഹജ്ജ് ചെയ്തവനാ, ഉംറ ചെയ്തവനാ, വലിയ സ്ഥാനത്തിലിരിക്കുന്നവനാ. അവന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെയും കോലം വളരെ നഷ്ടമാ, വലിയ പ്രയാസം. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ വാപ്പമാരോട് പറയുന്നു, ഇന്നു മുതൽ പ്രായപൂർത്തിയായ നിന്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവനെ മടല് വെട്ടിയിട്ട് ഒരെണ്ണം കൊടുക്കണം. എന്നിട്ട് പറയണം, എടാ ഈ ഔറത്തും തുറന്നിട്ടുകൊണ്ട് നടക്കേണ്ട സമയമല്ലത്. ഈ വീടിനകത്ത് പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ട്, ഒരു പെൺകുട്ടികളുടെ വീടാ. ഈ കോലത്തിൽ നീ ഇതിനകത്ത് നടക്കരുത് എന്ന് അവൻ ഒരെണ്ണം കൊടുത്തിട്ട് പറയാനുള്ള ധൈര്യമെങ്കിലും ഇനി ഈ വാപ്പമാർക്കുണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര് കൈവക്ക്. ദേവപ്പാൻ അർത്ഥം അറിയത്തില്ലേ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയത്തെ? പൊക്ക്, വേണ്ടവര് പൊക്ക്. അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ, ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ നീ ഒരു വാപ്പയ്ക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, അല്ലാഹുവേ നീ ഒരു വാപ്പയ്ക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഏത് വാപ്പയ്ക്കാന്നറിയോ? ഏത് വാപ്പയ്ക്കാന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ, ഏത് വീട്ടിലാണോ ഒരു വാപ്പ വടിവെട്ടി വെച്ചിരിക്കുന്നത്, ആ വാപ്പയ്ക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. തൻ്റെ മക്കളെ തല്ലി നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു വടി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ.
TV ഉണ്ടോ? കൈവക്കണ്ട, കൈവക്കണ്ട. ശൈത്താൻ പെട്ടി വീട്ടിലുണ്ട്. എടാ, സ്വന്തം മക്കളെ തല്ലണോന്ന് ഞാൻ പറയണില്ല. ആ മക്കളെ നേരെയാക്കാൻ ഒരു വടിയെങ്കിലും നിന്റെ വീട്ടിൽ എടുത്തു വെക്കാനുള്ള മനസ്സ് നിനക്കില്ലാതെ പോയല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ. ഈ മക്കളെ അള്ളഹാനോട് പറയണത്, റബ്ബേ എന്നെ നശിപ്പിച്ചത് ഇവരാ, എനിക്ക് തരുന്നതിനേക്കാൾ ഇരട്ടി കൊടുക്കണം അല്ലാഹ്. എന്നെ എറിയുന്നതിന് മുമ്പ് എൻ്റെ വാപ്പാനെ എറിയണം. എന്നിട്ട് അല്ലെ കൂട്ടുകാർ പറയല്ലോ, എന്നെ തൊടാതെ ഉസ്താദിനെ തൊടാൻ പറ്റൂല, എൻ്റെ നെഞ്ചത്തി ഔട്ടാതെ പറ്റൂല എന്ന് പറയുന്നത് പോലെ നിന്റെ മകൻ തന്നെ അല്ലാഹു പറയും, എന്നെ എറിയണ മുമ്പ് ഈ ചങ്ങാതി എറിയണം. ഇവൻ എനിക്ക് തരുന്നതിന്റെ 2 എണ്ണം കൂടുതൽ കൊടുക്കണം. കാരണം എനിക്ക് തിരുത്തി തരാത്ത വാപ്പയാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു ചുള്ളിക്കമ്പെങ്കിലും ഓടിച്ചു വെക്കടാ ചങ്ങാതി വീടിനകത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഔറത്ത് കാണുന്നത് നല്ലതല്ലടാ ചെറുപ്പക്കാരാ. അതാണിൻ്റെതാകട്ടെ പെണ്ണിൻ്റെതാകട്ടെ, സ്വന്തം ഔറത്ത് പോലും അധികമായിട്ട് നോക്കാൻ പാടില്ല. സ്വന്തം ഔറത്ത് പോലും അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങളുടെ ഔറത്ത് ഒറ്റ ഭാര്യയും കണ്ടിട്ടില്ല. നബിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കൂ. 11 ഭാര്യമാരുണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഔറത്ത് ഏതെങ്കിലും ഒരു ഭാര്യ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് പോലും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ. ഹറാം കണ്ടുകൊണ്ട് നടക്കുകയാണ്, ഹറാം കണ്ടുകൊണ്ട് നടക്കുകയാണ്, ഹറാം കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനാ നീ പിഴച്ചു? മറ്റുള്ളവരെ കൂടെ പിഴപ്പിക്കുന്നത് എന്തിനാ? വാപ്പാ, ഔറത്ത് മറയ്ക്കാതെ വീടിന്റെ അകത്തുകൂടെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് ഭാര്യയാകട്ടെ മക്കളാകട്ടെ ആരുമാകട്ടെ, അവരോട് പറയണം, ഈ വീടിന്റെ അകത്തിന് ഇത് പറ്റൂല, ഈ വീടിന്റെ അകത്ത് ഇത് പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനാരാ? 3 വിഭാഗം ആൾക്കാർ അള്ളാന്റെ കോടതിയിലെ വൃത്തികെട്ടവനാ വാപ്പാ. 5 നേരം നിസ്കരിക്കുന്ന, നിസ്കാരത്തടമ്പുള്ള താടിയുള്ള, ഹജ്ജ് ചെയ്ത, ഒരുപാട് നോമ്പുകളും സിക്റുകളും പറയുന്ന വാപ്പാ. റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, പടച്ചറപ്പിന്റെ പരലോകത്തിലെ നശിച്ച 3 വിഭാഗം, അവര് മോശമായവരാണ്, അവര് മോശമായവരാണ്. ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, കള്ള് കുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തന്നെ നടക്കുന്നവനല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. അവനാരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന വാപ്പയാ. അല്ല നിന്നെ വെറുതെ വിടില്ല, അല്ല നിന്നെ വെറുതെ വിടില്ലടാ. ഭാര്യ വീടിന്റെ അകത്ത് തലമറയ്ക്കാതെ നടക്കുമ്പോ, ഔറത്ത് മറയ്ക്കാതെ നടക്കുമ്പോ, നിന്റെ പൊന്നാര പെമ്മക്കള് നിന്റെ കുടുംബത്തിലെ ആൺമക്കളുടെ മുന്നിലൂടെ ശരീരം മറയ്ക്കാതെ ഇറങ്ങിയ വസ്ത്രവും ധരിച്ച്, മാറിടവും അതാ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രവും ധരിച്ച് നടക്കുമ്പോ തിരുത്തി കൊടുക്കാത്ത വാപ്പാ, നീ ഹജ്ജ് ചെയ്തവനാണെങ്കിലും നിസ്കരിക്കുന്നവനാണെങ്കിലും നാളെ അല്ല നിന്നെ വെറുതെ വിടൂല. നാളെ റബ്ബിന്റെ കോടതിയിൽ നശിച്ച 3 വിഭാഗത്തിൽ ഒരു വിഭാഗം നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഈ ഔറത്ത് കാണുന്നത് നല്ലതല്ല, ഈ ഔറത്ത് പ്രദർശിപ്പിക്കുന്നത് നല്ലതല്ല. അതിലുണ്ടാകുന്ന നഷ്ടം ഒരു ചരിത്രം പറയാ. ഈ ചരിത്രം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, ഇത് പാപമാണോ, ഇത് നാശമാണോ, ഇത് നാശമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അവിടുന്ന് നിലവിളിക്കുന്നു, അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ.
അല്ലാഹുവിനോട് പറയുകയാണ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. ഇങ്ങനെയാണ് ദുആ ചെയ്യുന്നത്. ഈ ചെറുപ്പക്കാരൻ അവസാനം കഅബയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് ചോദിക്കുകയാ, എന്തേ മോനെ നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, എന്തേ നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവരെ പോലെ ഒരവസ്ഥ വരുത്തരുതെന്ന് ദുആ ചെയ്യുന്നല്ലോ, എന്താണ് മോനെ കാരണമെന്ന് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. എന്റെ 1ാമത്തെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മനുഷ്യനാണ്. ഒരുപാട് വർഷക്കാലം ബാങ്ക് വിളിച്ചതാ. 35-40 വർഷക്കാലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനായിരുന്നു. അവസാനം മരണസമയം അടുത്തു വന്നപ്പോ പറഞ്ഞു, ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ഓടുകയാണ്. എന്റെ ഇക്ക ഖുർആൻ ഓതി മരിക്കാനായിരിക്കും എന്ന് കരുതിയിട്ട് ഖുർആൻ കൊണ്ട് കയ്യിൽ കൊടുക്കുമ്പോ ഖുർആൻ എവിടെന്ന് വലിച്ചെറിയുകയാ, ഖുർആൻ എവിടെന്ന് വലിച്ചു കീറുകയാ. അല്ലാഹുവേ, എന്റെ ജ്യേഷ്ഠൻ മരിച്ചത് മോശമായിട്ടാ, എന്റെ ജ്യേഷ്ഠന്റെ മരണം മോശമായിരുന്നു. ചെറുപ്പക്കാരൻ പറയുകയാണ്, 2ാമത്തെ സഹോദരൻ അതേ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. 10 വർഷക്കാലമാണ് ബാങ്ക് വിളിച്ചത്. അവസാനം മോശമായിരുന്നു, മോശമായ മരണമായിരുന്നു. 2 പേരും മോശമായ മരണമായിരുന്നു. തങ്ങളെ അതേ പള്ളിയിൽ ഇപ്പൊ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എനിക്കങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അല്ലാ. ഈമാനില്ലാത്ത മരണം എനിക്ക് തരല്ലേ അല്ലാ. അതിനാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് ചെറുപ്പക്കാരൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനവറുകൾ ചോദിക്കുകയാ, നിന്റെ ജ്യേഷ്ഠന്മാരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് വല്ല പാപവും ചെയ്യുന്നവരായിരുന്നു? അവര് നിസ്കരിക്കുന്നവരായിരുന്നു? അവര് ഖുർആൻ ഓതുന്നവരായിരുന്നു? അവര് ദിക്റുകൾ പറയുന്നവരായിരുന്നു? അവര് സ്വലാത്ത് പറയുന്നവരായിരുന്നു? അവര് സദഖകൾ കൊടുക്കുന്നവരായിരുന്നു? അവർ അല്ലാഹുവിനെ ഭയന്നവരായിരുന്നു? ഇല്ല മോനെ, എന്തെങ്കിലും ഒരു ദുശീലമുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു ദുശീലം നിന്റെ ജ്യേഷ്ഠന്മാർക്കുണ്ടായിരുന്നോ? ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നമുക്കുള്ള സ്വഭാവമാ. അതേ പാപം നമ്മളും ചെയ്യുന്നവരല്ലേ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു. അവർ ഔറത്ത് കണ്ട് ആസ്വദിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ പാപമല്ല, സാധാരണ പാപമല്ല. അവരുടെ ആഖിബത്ത് പോലും മോശമാകാൻ കാരണമായത് ഈ ഔറത്ത് കാണുന്ന ദുശീലമാ. അതുകൊണ്ട് നാണമില്ലാതെ മുണ്ടുമടക്കി എടുത്തിട്ട് നടക്കുന്ന വാപ്പാ, എടാ 18-20 വയസ്സായിട്ട് പടച്ചവനെ കാലിന്റെ ഔറത്ത് മറയ്ക്കാതെ, പടച്ചവനെ മുട്ടിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ തുറന്നിട്ട് കൊണ്ട് സ്വന്തം വീടിന്റെ അകത്താകട്ടെ പുറത്താകട്ടെ നടക്കുന്ന ചെറുപ്പക്കാരാ, ഈമാനുള്ള ഒരു മരണം വേണമെന്ന് നിനക്ക് കൊതിയുണ്ടോടാ? അസ്റായീലെന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഇത്വാഅക
ജാഅക ഫബസറുക യൗമ ഹദീദ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയ ആ മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന രംഗമുണ്ടല്ലോ, അവരെ കാണുന്ന രംഗമുണ്ടല്ലോ, അവര് റൂഹ് പിടിക്കുന്ന രംഗമുണ്ടല്ലോ. അവസാനം തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണോടാ ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പറഞ്ഞു മരിക്കാൻ കൊതിയുണ്ടെങ്കിൽ ഇനിയെങ്കിലും സൂക്ഷിച്ചോ, ഇനിയെങ്കിലും സൂക്ഷിച്ചോ. അല്ലാഹുവേ, ഔറത്ത് മറച്ച് നടക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഔറത്ത് മറച്ചു വേണം നടക്കാൻ ഇനിയെങ്കിലും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ഔറത്ത് നീ ആരെയും കാണിക്കരുത്, ഹറാമ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയുന്നു, വാപ്പ, മക്കൾ വീടിൻ്റെ അകത്താണെങ്കിലും ഔറത്ത് മറയ്ക്കാതെ നടന്നാൽ നീ പിടിക്കണം, നീ അവരെ ഉപദേശിക്കണം, നീ അവരെ നന്നാക്കണം. ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നീ പോകുമ്പോൾ അവരെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ നീ തങ്ങളും നീ ഹാജിയാരും നീ നിസ്കരിക്കുന്നവനും പെണ്ണും പിള്ളയും മക്കളെയും നീ വെറുതെ വിട്ടാ നീയും നരകത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3, 4 ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ, ഇരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ ഇൻഷാ അല്ലാഹ്. ആ പൊക്കിയ കൈ പോക്കറ്റിയിട്ടെ, ആ പൊക്കിയ കൈ പോക്കറ്റിടോ. ബർക്കത്ത് വെറുതെ കിട്ടുമോ? ബർക്കത്ത് വെറുതെ കിട്ടുമോ? എന്താ ബക്കറ്റ് എടുത്തേ, ബക്കറ്റ് എടു ഇൻഷാ അല്ലാഹ്. ബർക്കത്തെന്ന് പറയുന്നത് വെറുതെ കിട്ടൂല. വെറുതെ കിട്ടുമോ? പറ, വെറുതെ കിട്ടുമോ? കിട്ടൂല. അസ്സദഖത്തു റദ്ദുൽ ബലായ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓസിനാരും കൊടുക്കണ്ട, ഓസിനാരും അള്ളാഹിക്ക് കൊടുക്കണ്ട. നിക്കറോ ചങ്ങാതി ഇൻഷാ അല്ലാഹ്. ഓസിനാരും കൊടുക്കണ്ട. കൊടുത്ത നേട്ടവാർക്ക. നിന്റെ പൈസ അള്ളാഹിക്ക് വേണോ? നിങ്ങളുടെ പൈസ അള്ളാഹിക്ക് വേണോ? അള്ളാഹിക്ക് വേണ്ട. കൊടുത്ത നേട്ടവാർക്ക് അള്ളാഹിക്കോ നിനക്കോ? നിനക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തലയുടെ മുകളിൽ നോക്ക്. എൻ്റെ അല്ലേ ചങ്ങാതി, പാപ്പ നിന്റെ തലയുടെ മുകളിൽ നോക്ക്. മുകളിലോട്ട് നോക്ക് ചങ്ങാതി. എന്ത് കാണുന്നു? പന്തല് കാണുന്നു. എന്ത് കാണുന്നു? നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ കാക്ക ബക്കറ്റ് വായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്ന് എന്തെങ്കിലും നീ എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ട ആ മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവേ, ഉള്ളതിൽ പങ്കിവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? പള്ളിയിലെ ഉസ്താദല്ല. പള്ളിയിലെ ഉസ്താദോ ഹാഫിദോ ആലിമോ സയ്യിദോ ഒന്നുമല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത ഒരു മലക്ക ദുആ ചെയ്യണ, അല്ലാഹ് ഇവന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ ചങ്ങാതി വരുമ്പോ പൊട്ടം കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ഉറക്കം നടിക്കുന്നു, പോക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, കൊടുക്കുന്നില്ല. അപ്പൊ ആ മലക്ക് പറയും, നീ കൊടുത്തത് ഇവന്റെ കയ്യിലുണ്ടല്ല, എന്നിട്ടും കൊടുക്കുന്നില്ല. ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ല, പിന്നെ നിന്റെ വരക്കം നിൽക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അപ്പം മലക്കിന്റെ ദുആ വേണോ? അനുകൂലമാണെങ്കിലും ആക്കാം, എതിരാണെങ്കിലും ആക്കാം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 കണ്ടീഷൻ. 1, എടുക്കുന്നത് എത്രയാണെന്ന് ആരും നോക്കണ്ട. പോക്കറ്റിന്റെ അകത്തേക്ക് എത്രയുണ്ടെന്ന് നോക്കരുത്. കാരണം നോക്കിയാൽ 2000, 500, 200, 100, 50, 20, 10 ആ 10 എടുക്കത്തുള്ളൂ.
അതുകൊണ്ടാണ് നോക്കണ്ടെന്ന് പറഞ്ഞേ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹ്. 2 ബക്കറ്റിന്റെ അകത്ത് ഒറ്റ ഒരുത്തൻ കൈയിടരുത്. ഒരാൾ പോലും ബക്കറ്റിന്റെ അകത്ത് കൈയിടരുത്. 100 രൂപ ഇടും, 90 നിനക്കും 10 അല്ലാഹ്ക്കും. കണ്ടിട്ടില്ലേ? പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇട്ടിട്ട് തിരിച്ചു വാരും. എന്തിനാ മോനെ? അല്ലാഹ്ക്ക് 10 കൊടുക്കണ്ടേ? നീ 10 എടുത്തോ, 90 അല്ലാഹ്ക്ക് വിടും. അങ്ങനല്ലേ കൊടുക്കണ്ടേ? തലാക്ക് പറഞ്ഞ് വിടുമ്പോഴും ഇത്തിരി കൂടെ കൂടുതൽ കൊടുത്തു വിടണമെന്നല്ലേ? അല്ലാഹ്ക്ക് കൊടുക്കുമ്പോ നീ തിരിച്ചെടുക്കണ്ട. അല്ലാഹ്ക്കുള്ളത് അല്ലാഹ്ക്ക്, നിനക്കുള്ളത് നിനക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, നിന്റെ സർവ്വ വിപത്തുകളും തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന ഈ സദഖയ്ക്ക് പറ്റും. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയ എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളാ പോണേ? ആരാ പോണ ആളാ? പങ്കിട്ട് വാ, നിങ്ങൾക്കൊരു ഉപദേശമുണ്ട്. വാ, ബക്കറ്റ് എടുത്തോണ്ട് പാടോ. നിക്ക് അവിടെ നിൽക്കുക. നിങ്ങൾ ഈ ബക്കറ്റും കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വീട് വെക്കാനല്ല, നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാനൊന്നുമല്ല. ഇത് അല്ലാഹ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് പോയി ഓരോ മനുഷ്യന്റെ മുന്നിലും നിൽക്കണം. വേടിച്ചിട്ട് പോയാൽ മതി, ധൃതി വേണ്ട. സമാധാനത്തോടു കൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ മുന്നിലും പോയി വേടിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റി വല്ലോ ഇട്ടോ? പാപ്പമാരോടൊക്കെ പറയാ, വല്ലതും ഇട്ടോ, ഇതേ കാണത്തുള്ളൂ കബറിൽ പോകുമ്പോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ കബറിൽ പോകുമ്പോ ഇതേ കാണത്തുള്ളൂ, ഈ കൊടുത്തതേ കാണത്തുള്ളൂ. അല്ലാതെ വീട്ടിൽ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യില്ല. വീട്ടിൽ എത്ര സ്വർണമുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര ജാഗയുണ്ടെങ്കിലും ഒന്നും ഉപകാരമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു ഉദാഹരണം പറയാം. എങ്ങോട്ട് നോക്ക്, ധൃതിയൊന്നും വേണ്ട. സ്വർഗത്തിന് പുറത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ സ്വർഗത്തിൽ കയറിയിരിക്കെ. ഈ പന്തലിന്റെ പുറത്ത് പന്തലല്ലല്ലോ, സ്വർഗത്തിന്റെ പുറത്ത് ചില ചങ്ങാതിമാര് നിൽക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അകത്ത് കയറും മോനെ, ഇല്ലെങ്കിൽ നാളെയും പുറത്തായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. ചങ്ങാതി പൈസ ഇട്ടോ? ഞാൻ വെറുതെ പറഞ്ഞല്ല. ബഷീർ ഹാജിയര് പോകണോ? ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി. ആധാരം എഴുതുന്ന ആളാ. ആധാരം എഴുതുന്ന ഒരാളുടെ വീട്ടിൽ പോയി. ഒരു ഫോൺ വന്നു. ഒരാള് വിളിച്ചിട്ട് ചോദിക്കുക, ഒരു മകളും മരുമകനും വിളിച്ചിട്ട് ചോദിച്ചു, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പെൺമക്കൾ മാത്രമേ ഉള്ളൂ. 4 പെൺകുട്ടികളാണ്. പെൺമക്കൾ മാത്രമേ ഉള്ളൂ. പെൺകുട്ടികൾക്കും ഉമ്മായിക്കും വാപ്പയുടെ സ്വത്തിൽ എത്ര അവകാശമുണ്ട്? അപ്പൊ ഈ എഴുതുന്ന ആള് പറഞ്ഞു കൊടുത്തു കണക്ക്. ഉമ്മയ്ക്ക് ഇത്ര, പെൺകുട്ടികൾക്ക് ഇത്ര. അപ്പൊ ഈ കാക്ക ചോദിച്ചു, എഴുതാൻ എപ്പോഴാ വരുന്നേന്ന്? അപ്പൊ പറയാ, ആള് മരിച്ചിട്ടില്ല എന്ന്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മകള് പറയാ, വാപ്പ മരിച്ചിട്ടൊന്നുമില്ല, മരിച്ച് കഴിഞ്ഞു. അപ്പൊ വാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിച്ചതിന് ശേഷം കിട്ടാനുള്ള വസ്തുവിന്റെ ഓഹരിയായി ഇന്ന് മക്കൾ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ കൊടുക്കുന്നതേ കാണത്തുള്ളൂ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ കാര്യമെന്താ? നമ്മളൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുകയാണ്, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസവും 5 നേരം വിളിക്കുകയാണ്, നിങ്ങൾ നമസ്കരിക്കാൻ വരണേ. നിങ്ങൾ അല്ലാഹുവേ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേരാണ് നമസ്കരിക്കാൻ പോകുന്നത്? നമ്മളിൽ എത്ര പേരാണ് നിസ്കരിക്കുന്നത്? നിസ്കരിക്കാത്തവരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, നമ്മളിൽ പലരും ഒരു വഖത്ത് നമസ്കാരം കളയായി പോയാ നമുക്കൊരു സങ്കടമില്ലല്ലോ, നമുക്കൊരു വിഷമവുമില്ലല്ലോ.
ഒരു വക്കത്തല്ലേ പോയുള്ളൂ. നമുക്ക് നിസാരമായി തോന്നുകയാണ്. അതൊരു പാപമായിട്ട് നമ്മൾ കരുതുന്നില്ല, അതൊരു പാപമായിട്ട് നമ്മൾ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ പറഞ്ഞത് അത് പാപമല്ലെന്ന്? ഒരു വക്കത്ത് നമസ്കാരം, ഇന്നത്തെ ദിവസം ഒരു വക്കത്ത് നിസ്കാര കഥയാക്കിയവരുണ്ടോ? ആരാടാ പറഞ്ഞത് പാപമല്ലെന്ന്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? മൻ തറക സ്വലാത മുതഅമ്മിദൻ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വക്കത്ത് നമസ്കാരം അറിഞ്ഞുകൊണ്ട് കഥയാക്കിയാൽ, ഒരൊറ്റ വക്കത്ത് നമസ്കാരം അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് കഥയാക്കിയാ, നരകത്തിന്റെ കവാടത്തില് മലക്കുകൾ അവന്റെ പേരെഴുതി വെക്കുകയാ. ഒരൊറ്റ വക്കത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളയാക്കിയാ, അവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ച് കഴിഞ്ഞു. പോകാതെ രക്ഷപ്പെടാൻ പറ്റുമോ? പോകാതെ രക്ഷപ്പെടാൻ പറ്റുമോ? വാപ്പാ, ഒരൊറ്റ വക്കത്ത് നിസ്കാരം മുടക്കി കഴിഞ്ഞാൽ അവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ചിന്തയില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നിനക്കത് കളിയല്ലേ, നിനക്കത് തമാശയല്ലേ. ഈ ഇരിക്കുന്നവർ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളിൽ പലരും ജമാഅത്തിൽ പങ്കെടുക്കാത്തവരാ, നമ്മളിൽ പലരും ജമാഅത്തായി നമസ്കരിക്കാത്തവരാ. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ ജമാഅത്തില്ല. പള്ളിയിൽ വരാ മടിയാ, ജമാഅത്തിൽ പങ്കെടുക്കാൻ മടിയാ. അല്ലാഹുവേ, നമുക്കതിന്റെ മഹത്വം അറിയില്ലല്ലോ. 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമല്ലേ മഹാനായ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, മഹാനായ സമാ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളെ പടച്ചവര് രണ്ടുപേരും 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നവരാ. പക്ഷേ സമാ എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ടല്ലോ, ഒരു ദിവസം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയുമോ? ഉമ്മ മരണത്തോട് മല്ലടിക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ ഉമ്മ കിടക്കുകയാണ്. ആ ഉമ്മയുടെ ചാരത്ത് നിന്നതിന്റെ പേരില് സമാതങ്ങളുടെ ഒരു വക്കത്ത് നിസ്കാരം, ഒരു ജമാഅത്ത് കിട്ടാതെ പോയി, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ, 27 പ്രാവശ്യം അതേ വക്കത്ത് നിസ്കരിക്കുകയാ.